ഇപ്പോൾ ദേവികുളം MLA എ രാജ നമ്മോടൊപ്പം ഉണ്ട്. എ രാജ, ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു കുടുംബത്തെ അവ്യക്തമായ പേരിലാണ് നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബം, ബിജുവും ഭാര്യ സന്ധ്യയും എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ആ ഒരു കുടുംബം ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? തിരിച്ചറിയാൻ നിലവിൽ സാധിച്ചിട്ടില്ല. നിലവിൽ 2-3 ദിവസങ്ങളായിട്ട് അവിടെ ഈ മഴയുടെ ഭാഗമായിട്ട് റോഡ് പണി നടക്കുന്നു, മണ്ണിടിച്ചിലുണ്ടായതിന്റെ ഭാഗമായി ആ പ്രദേശത്തുള്ള വാഹന ഗതാഗതം വരെ നിരോധിച്ചു വെച്ചതാണ്. ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് നിരോധിച്ചു, പിന്നീട് മണ്ണ് മാറ്റി രണ്ടാമത് തുറന്നു കൊടുത്തു. വീണ്ടും മണ്ണിടിച്ചിലുണ്ടായതോടുകൂടി പൂർണ്ണമായിട്ട് ആ വഴിയിലോട്ടുള്ള ഗതാഗതം നിർത്തിവെച്ചുകൊണ്ട് പിന്നീട് ചില സ്ഥലങ്ങളിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ഇടിയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടെ ക്യാമ്പ് തുറന്ന് ക്യാമ്പിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് കുറച്ചു നേരത്തിന് മുമ്പ് വരെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, ഈ അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് ആളുകളെ മാറ്റി അങ്ങോട്ട് താമസിപ്പിച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് തിരിച്ച് സാധനം എടുക്കാൻ വന്ന ആളുകളാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോ കൃത്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും മണ്ണിടിച്ചൽ 2 ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഈ സ്ഥലം എന്ന് പറയുന്നത് NHന്റെ മുകൾ ഭാഗത്തായി ഇങ്ങനെ സ്ലീപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മണ്ണിടിച്ചൽ ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പൊ റോഡിൽ നിന്ന് ഏകദേശം ഒരു 30 മുതൽ 50 അടി താഴ്ചയിലേക്കാണ് മറ്റു വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്നിരുന്നത്. അപ്പൊ മണ്ണിടിച്ചൽ ഉണ്ടായാൽ ആ പ്രദേശത്ത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവരെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ച് കുറെ ആളുകളെ ഞങ്ങൾ മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കൃത്യമായ രീതിയിൽ അതിന് പറ്റിയൊരു കാലാവസ്ഥ നിലവിൽ അവിടെ ഉണ്ടോ? ഇന്ന് മഴയില്ലാതിരിക്കുന്നു. അതുകൂടാതെ പോലീസും ഫയർഫോഴ്സും പിന്നെ നാഷണൽ ഹൈവേയുടെ വർക്ക് ചെയ്യുന്ന ആളുകളടക്കം സ്ഥലത്തുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നന്ദി പ്രതികരിച്ചതിന്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത അടിമാലിയിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഒരു കുടുംബമാണ് മണ്ണിനടിയിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 22 കുടുംബങ്ങളെ ഇന്നലെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരു കുടുംബമാണ് വീണ്ടും മഴ മാറിയ സാഹചര്യത്തിൽ വീട്ടിൽ നിന്നും സാധനങ്ങൾ എടുത്ത് മാറ്റാൻ ചെല്ലുന്ന ആ ഒരു സമയത്താണ് വീണ്ടും ഒരു മണ്ണിടിച്ചിലുണ്ടാവുകയും ഈ ഒരു അപകടത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. ഇപ്പോൾ ആ മണ്ണിനടിയിലായ കുടുംബം ബിജുവും ഭാര്യ സന്ധ്യയുമാണെന്നുള്ളൊരു വിവരം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. 5 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് അവിടെ എത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ പറയുന്നത് പോലെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപും തന്നെ ഈ ഒരു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ, ഇത്തരത്തിൽ മഴ കൂടുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരം ഒരു മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായ സ്ഥിതിക്ക് മഴ മാറി നിൽക്കുന്ന ഈ ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിലനിൽക്കുന്ന ഏക വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ വൈദ്യുതി ഇല്ല അല്ലെങ്കിൽ വെളിച്ചമില്ല എന്ന് പറയുന്നത് മാത്രമാണ്. VK സ്റ്റാലിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.